ഹലോ നമസ്കാരം. ആട് 3 സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് പരിശോധിക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര കിട്ടിയെന്ന് നമുക്ക് നോക്കാം. സിനിമയുടെ ബഡ്ജറ്റ് 70 കോടി രൂപയാണ്. ആദ്യ ദിനം കേരളത്തിൽ നിന്ന് 6.5 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് 10 കോടിക്ക് മുകളിലാണ് ഡേ ഫസ്റ്റ് കളക്ട് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഡേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രം 6 കോടി 20 ലക്ഷം രൂപയും വേൾഡ് വൈഡ് 2 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ എന്ന് പറയുന്നത് 19 കോടി രൂപയാണ്. അപ്പോൾ സിനിമയുടെ ബഡ്ജറ്റ് 70 കോടി രൂപയാണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത് 150 കോടിക്ക് മേളിൽ അടിക്കണം. പക്ഷേ നല്ല ഹെവി പോസിറ്റീവ് റെസ്പോൺസ് വന്നതുകൊണ്ട് സുഖമായിട്ട് അത് പോകും തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ചെന്ന് കണ്ടു നോക്കുക. എല്ലാവരുടെ അഭിപ്രായം ഒരേപോലെ ഇരിക്കത്തില്ല. നിങ്ങൾ എൻ്റെ റിവ്യൂ കാണുന്നതിന് മുമ്പ് സിനിമ കണ്ടിട്ട് ആ റിവ്യൂ ഒന്ന് കണ്ടു നോക്കുക. അതാണ് ഇതുകൂടെ നല്ല എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സിനിമ കാണാത്തവരാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചോയ്സ് മാറിപ്പോവും. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ചോയ്സ് ആയിരിക്കണം ഒരു സിനിമ കാണുന്നത്. അത് ഇഷ്ടപ്പെട്ടത് നിങ്ങളായിരിക്കണം. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സ് ആയിരിക്കണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എല്ലാവരുടെ എൻട്രി മാസ്സായിരുന്നു. പിന്നെ വില്ലത്തിയുടെ കാര്യം മാത്രം ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അതിൽ ഞാൻ പറയാം, വില്ലത്തി ഹെവി ആയിരുന്നു. അലിയൻ ബോൺ എന്ന് പറയുന്ന ഒരു നടിയാണ് ഇതിൽ വില്ലത്തിയിട്ട് അഭിനയിച്ചത്. അവർ പെർഫെക്റ്റ് സ്റ്റണ്ട് മാസ്റ്ററാണ് ഹോളിവുഡിലെ. അത്ര അറിയാം. അത്രേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുള്ളൂ. അവർ കിട്ടിലായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ എൻട്രി ഹെവി സാധനം തന്നെ. നിങ്ങൾക്ക് ചിരിക്കാൻ ഇഷ്ടം പോലെ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ സിനിമയാണ്. ഫാമിലിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫാമിലി സപ്പോർട്ട് എന്തായാലും ഈ സിനിമയുടെ കൂടെ തന്നെയാണ്, ഉറപ്പിക്കാം. കേരളത്തിൽ ദുരന്തർ പോസിറ്റീവ് ആണെങ്കിൽ പോലും പാപ്പൻ വന്ന് തൂക്കും ദുരന്തറിനേക്കാളും. അത്ര ഫാമിലി സപ്പോർട്ട് ഫുള്ളും പാപ്പനും പിള്ളേർക്കും, ഡൂഡിനും, സാത്താൻ സേവ്യറിനും, അബുവിനും, പിന്നെ ശശി സഖാവിനുമാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.